ഹലോ വെൽക്കം ടു എം എക്സ് ഫാം 8th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. സിലബസ് മാറിയിട്ടില്ല എന്നറിയാം നമുക്ക്. അതുകൊണ്ട് നമ്മൾ മാക്സിമം കിട്ടാവുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ ചെയ്യണം. കാരണം അതിലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഇയറും വരാറുള്ളത് കേട്ടോ. നമ്മൾ എല്ലാ ഇയറും ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നിങ്ങളുടെ എക്സാമിന് മുൻപായിട്ട് ഇതുപോലെ മാക്സിമം എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലും നിങ്ങളുടെ സബ്ജക്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് വാച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം 40 മാർക്കിനാണ് എക്സാം വരിക. 1.5 മണിക്കൂറാണ് നമുക്ക് വരുന്ന ടൈം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അത് 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. അപ്പോൾ അറിയാം, ഇങ്ങനെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അറിയാവുന്ന 4 എണ്ണം മാത്രം എഴുതിയാൽ മതി. കാരണം അനാവശ്യമായി സമയം ഇരുന്ന് കളയേണ്ട ആവശ്യമില്ല. 1.5 മണിക്കൂറാണ് നമുക്ക് ടൈമുള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ PQ = PR, ആംഗിൾ Q 40 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ R എത്ര ഡിഗ്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താണ് PQ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ Q എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. PQയും PRും തുല്യമായിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, തുല്യമായ ഭാഗങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ PRൻ്റെ എതിരെയുള്ള കോണാണ് 40 ഡിഗ്രി. ഈ ഒരു ഭാഗവും തുല്യമാണെങ്കിൽ PQൻ്റെ എതിരെ വരുന്ന കോണും എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൻസർ 40 ഡിഗ്രി. നെക്സ്റ്റ് വന്ന് പറയുന്നത് ആംഗിൾ P കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിലെ 3 ആംഗിൾസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, കോണുകൾ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുന്നത്. അവിടെ 2 എണ്ണം നമുക്കിപ്പോൾ അറിയാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 180-ൽ നിന്നും 40 കൂടി കൂട്ടിയിട്ട് കുറയ്ക്കുക. 180 - 18 എത്രയാണ്? 100 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 15 ആണ്. സംഖ്യകൾ ഏതൊക്കെ? 3 അടുത്തടുത്ത നമ്പറുകൾ നമുക്കറിയില്ല, എന്നാൽ അത് കൂട്ടുമ്പോൾ 15 ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ വെറുതെ എടുക്കുകയാണ്. ഒരു നമ്പർ എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അതിൻ്റെ കൂടെ 1 കൂട്ടുന്ന നമ്പർ. അപ്പോൾ അതിൻ്റെ മുൻപുള്ള നമ്പർ എത്രയായിരിക്കും? അതിൽ നിന്ന് 1 കുറയ്ക്കുന്ന നമ്പർ. അപ്പോൾ ഇങ്ങനെയാണ് 3 നമ്പർ എന്ന് നമ്മൾ എടുത്തു. ലെറ്റ് 3 കോൺസിക്യൂട്ടീവ് നമ്പർ, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ X - 1 X X + 1 എന്നെടുത്താൽ അതൊക്കെ കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 15 ആണ് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ X - 1 + X + X + 1 = 15 എന്ന് നമ്മൾ എഴുതി. ഇവിടെ നമ്മൾ ആ ലൈൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഭംഗിയാക്കി മാറ്റാമല്ലോ. അപ്പോൾ നോക്കിയേ, -1ഉം +1ഉം എന്താവും? കട്ട് ചെയ്ത് പോവും. പിന്നെയുള്ളത് എന്താണ്? 3x മാത്രമാണ് നമുക്ക് അവിടെ ബാക്കിയായിട്ടുള്ളത് കേട്ടോ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. പിന്നെയുള്ളത് 3x. അപ്പോൾ ഇനി നമുക്ക് വരിക 3x = 15 എന്നാണ് വരിക. ആ ഒരു ലൈൻ ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ. 3x = 15. നമുക്ക് എക്സിനെ മാത്രം മതി എന്നുള്ളതുകൊണ്ട് 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ്. അത് =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ x = 15/3 നമുക്ക് എത്ര കിട്ടുക? 5 ആണ് ആൻസർ കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. x = 5 എന്നുള്ളത്. അപ്പോൾ x 5 ആണെങ്കിൽ അതിൻ്റെ മുൻപത്തെ നമ്പർ 5-ൽ നിന്ന് 1 കുറയ്ക്കുക. x - 1 ആണല്ലോ. അപ്പോൾ 5-ൽ നിന്ന് 1 കുറച്ചാൽ 4. അപ്പോൾ x + 1 അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 5 + 1 6. 4, 5, 6 ആയിരിക്കും 3 അടുത്തടുത്ത നമ്പേഴ്സ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് 2 pairs of equal angles in the triangle given below. ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ 2 ജോഡി കോണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആംഗിൾ എക്സിനോട് തുല്യമായിട്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ ആ വശങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ 6 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ ഇത്. അപ്പോൾ XY എന്ന് പറഞ്ഞ ലൈനും PR എന്ന് പറഞ്ഞ ലൈനും തുല്യമാണ്. XYയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? Z ആണല്ലോ. അപ്പോൾ ഈ Z എന്ന് പറഞ്ഞ ആംഗിളും അതിനോട് തുല്യമായിട്ട് ആരാ വരിക? PRൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് നോക്കുക? Q ആണ്. അപ്പോൾ Qവും തുല്യമായിട്ട് വരും. അതുപോലെ അടുത്ത ഒരുപോലെയുള്ള വശങ്ങൾ നോക്കുക. നമ്മൾ 4 എടുക്കണമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ 4 ആണെങ്കിൽ ഇവിടെ നമ്മൾ 4 എടുത്തു. എന്നോട് കാണിച്ചു തരാം. 4 എടുത്തു. അപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടി, ഒരു പെയർ കിട്ടി. ഇനി ഇവിടെ YZ ആണ് 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഈ ഫിഗറിൽ 4 സെൻറ്റിമീറ്റർ വരുന്നത് ഇതാണ്, PQ ആണ്. ഈ YZൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ X ആണല്ലോ. അപ്പോൾ X കിട്ടി, ആംഗിൾ X. ഇനി അതിനോട് തുല്യമായിട്ട് ആരായിരിക്കും? PQ എന്ന് പറഞ്ഞ ലൈനിനോട് ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാണ്? R ആണ്. അപ്പോൾ ആംഗിൾ Xും ആംഗിൾ Rഉം തുല്യമാണ്. അതുപോലെ അടുത്ത പെയർ എഴുതുക. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വശങ്ങളുടെ എണ്ണം 12 ആയ ഒരു ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക കണക്കാക്കുക. ഫൈൻഡ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 12-sided പോളിഗൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 12-sided പോളിഗണിൻ്റെ കോണളവ് ടോട്ടലാണ്, ആകെ തുകയാണ് കാണുന്നത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, n - 2 × 180.
n-2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 12 വശങ്ങളുണ്ട്, അതിൽ നിന്ന് 2 കുറച്ച് 180 കൊണ്ട് ഇൻറ്റു ചെയ്യുക, അതാണ് ഇക്വേഷൻ. ഇനിയിപ്പോൾ 6 ഭാഗമുള്ള ഒരു പോളിഗണാണ് തന്നിട്ടുള്ളത്, ഒരു ബഹുഭുജമാണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് വേണം, 6 - 2 ഇൻറ്റു 180, അപ്പം 4 ഇൻറ്റു 180 കിട്ടും. ഇവിടെ n-2 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 12 2 പോയ 10, 10 ഇൻറ്റു 180 നമുക്ക് 1800 ആകെയുള്ള തുക കിട്ടുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ തന്നിരിക്കുന്നത് ആംഗിൾ ABC എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതെന്താണ്, ഒരു റെഗുലർ ഹെക്സഗൺ ആണ്, അല്ലെങ്കിൽ ഒരു സമഷഡ്ഭുജമാണ്. ഷഡ്ഭുജം എന്ന് പറയുമ്പോൾ എത്ര ഭാഗങ്ങൾ ഉണ്ടായിരിക്കും, 6 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. അവിടുത്തെ ഒരു ഭാഗം മാത്രം ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമഷഡ്ഭുജത്തിൻ്റെ പ്രത്യേകതകൾ എന്താ, എല്ലാ കോണുകളും തുല്യമായിരിക്കും, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ABC എത്ര എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ABC എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോണാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്, അല്ലെങ്കിൽ സമഷഡ്ഭുജമായതുകൊണ്ട് എല്ലാ കോണുകളും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ ടോട്ടൽ കോണ് ആദ്യം കണ്ടുപിടിക്കാം. അതിന്ന് അതിൻ്റെ എത്ര വശങ്ങളുണ്ട് അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ കോണും നമുക്ക് കിട്ടും. ഓക്കെ, തുല്യ കോണുകളായതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ മുൻപത്തെ കണക്കിൽ പറഞ്ഞു, n-1 n-2 ഇൻറ്റു 180 ആണ്. ഇവിടെ n എന്ന് പറയുന്നത് എത്ര വശങ്ങളുണ്ട്, 6 വശങ്ങളുണ്ട്, അതിൽ നിന്ന് 2 കുറയ്ക്കുക ഇൻറ്റു 180 ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 720 ആണ്. 6 2 പോയാൽ 4 4 ഇൻറ്റു 180 ചെയ്ത് നോക്കുക, 720 കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ ആംഗിൾ കിട്ടി. ആ ടോട്ടൽ ആംഗിൾ ഇവിടെ എല്ലാ കോണുകളും തുല്യമായതുകൊണ്ട് ആ 720 എല്ലാവർക്കും തുല്യമായി കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 720 ഡിവൈഡഡ് ബൈ 6 ഭാഗങ്ങളാണല്ലോ. അപ്പോൾ ഒരു കോണ് എന്ന് പറയുന്നത് 120 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 120 നമുക്ക് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞു നേരത്തെ ഇതിൻ്റെ ടോട്ടൽ, ഒരു ലൈനുമ വരുന്ന ടോട്ടൽ കോണ് ആംഗിൾ എന്ന് പറയുന്നത് 180 ആണെന്ന് പറഞ്ഞു. ഇവിടെ 120 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആംഗിൾ CBG എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഈ പുറമേ കിടക്കുന്ന കോണ് കേട്ടോ. അതെത്രയായിരിക്കും, 180 നിന്ന് ഇപ്പം അകക്കോണ് നമ്മൾ മൈനസ് ചെയ്യുക. അതിനൊരു ഇന്നർ ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ 180 നിന്ന് 120 പോയാൽ നമുക്ക് 60 ഡിഗ്രി ആൻസർ കിട്ടും. ക്ലിയർ ആയില്ലേ? സിക്സ്ത് ക്വസ്റ്റ്യൻ, ABCD ഈസ് എ പാരലോഗ്രാം. ABCD എന്ന് പറയുന്നത് ഒരു സാമാന്ത്രികമാണ്. DN BM ആർ പെർപെൻഡിക്കുലർ ഡോൺ ടു ദ ഡയഗണൽ AC. ഇതൊരു വികരണമാണ്, ഡയഗണലാണ്. അതിലേക്ക് വരച്ചിരിക്കുന്ന 2 ലംബങ്ങളാണ് ഇത്. ലംബങ്ങൾ വരയ്ക്കുമ്പോഴുള്ള പ്രത്യേകത, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി, ഇവിടെ 90 ഡിഗ്രി. അതായിരിക്കും എൻ്റെ പ്രത്യേകത. ഇതൊരു പാരലോഗ്രാം ആണല്ലോ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആംഗിൾ ഈക്വൽ ടു BAC. BACയോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇതര കോൺ, അതുപോലെ സമാന കോൺ, ആൾട്ടർനേറ്റീവ് ആംഗിൾ, കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇതറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് വാച്ച് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ മാത്സിൻ്റെ ചാപ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത് 2 പാരലൽ ലൈൻസ്, സമാന്തര രേഖകൾ. അതിന് വേറൊരു ലൈൻ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലൈനിൻ്റെ താഴെയായിട്ട് ഒരു സൈഡിൽ, ഇനി അടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് നോക്കി ആൾട്ടർനേറ്റീവ് ആംഗിൾ അല്ലെങ്കിൽ ഇതര കോണുകൾ എടുക്കാനുള്ള മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഇതെന്താണ്, ഫസ്റ്റ് ലൈനാണ്. അപ്പോൾ ഇത് നമ്മൾ A എന്ന് കൊടുത്തു, ഇത് ഞാൻ B എന്ന് കൊടുത്തു. A എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഞാൻ എന്തെടുത്തു, ലെഫ്റ്റിലായിട്ട് താഴെ എടുത്തു. അപ്പം ഞാൻ അടുത്ത ലൈൻ B ആണല്ലോ. B എന്ന് പറഞ്ഞ ലൈനിൻ്റെ റൈറ്റിലായിട്ട്, നേരത്തെ ലെഫ്റ്റ് എടുത്തു, നമ്മൾ റൈറ്റ് എടുത്തു, നേരത്തെ നമ്മൾ താഴെ എടുത്തു, ഇവിടെ നമ്മൾ മുകളിൽ എടുക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് വരിക കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് വരിക എന്ന്. നേരെ ഓപ്പോസിറ്റ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾ മുകളിലത്തെ ലൈൻ, ആദ്യത്തെ ഒരു ലൈൻ സെലക്ട് ചെയ്തു, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ലൈനിൻ്റെ താഴെ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ലൈനിൻ്റെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് എടുക്കുക, താഴെ ഇതിൻ്റെ താഴെ എടുത്തേക്കാണ്, അപ്പോൾ ഇതിൻ്റെ മുകളിൽ എടുക്കുക. അങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് ആംഗിൾ എന്ന് പറയാം. സമാന കോൺ എങ്ങനെയാണ്, ഒരു ലൈൻ വന്ന് കട്ട് ചെയ്യുമ്പോൾ അതേ ഭാഗത്ത് തന്നെ ആ ലൈനിൻ്റെ മുകളിലായിട്ട് അതേ ഭാഗത്ത് വന്നു, താഴത്തെ ലൈൻ്റെയും അതേ ഭാഗത്തിൻ്റെ മുകളിലായിട്ട് വന്നു. കണ്ടോ, ഇതാണ് കറസ്പോണ്ടിങ് അഥവാ സമാന കോണുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിളിനോട് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതാ പറയുക, നിങ്ങൾ നോക്കിയേ, ഈ ലൈനൊന്ന് നമ്മൾ നീട്ടി വരച്ചു, പാരലോഗ്രാമിൻ്റെ 2 ലൈൻ. അപ്പോൾ 2 പാരലൽ ലൈനായി. അതിനെ കട്ട് ചെയ്യണ ലൈനാണ് ഇത്. അപ്പോൾ ഇതിനോട് തുല്യമായിട്ടുള്ള ആംഗിൾ ഏതായിരിക്കും, ഇതായിരിക്കില്ലേ? അതല്ല ഓൾട്ടർനേറ്റീവ് ആംഗിൾ വരിക. ഇങ്ങനെ ഒരു 2 ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിളിനോട് തുല്യമായിട്ട് ഇവിടുത്തെ ആംഗിളാണ് വരിക. അപ്പോൾ ACD ആണ് തുല്യമായിട്ടുള്ള ആംഗിൾ. ഇനി ചോദിച്ചിരിക്കുന്ന ചോദ്യം, റൈറ്റ് ദ ഈക്വൽ ആംഗിൾസ് അല്ലെങ്കിൽ റൈറ്റ് ട്രയാംഗിൾ CND ആൻഡ് AMB.
ത്രികോണം CND, ത്രികോണം AMB എന്ന മട്ടത്രികോണങ്ങളിൽ തുല്യമായ കോണുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് കോണുകൾ ഇവിടെ ലംബമാണെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്കറിയാം 90 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് DNCയും അതുപോലെ തന്നെ BMA അല്ലെങ്കിൽ AMB CND നമുക്ക് തുല്യമാണെന്ന് എഴുതാം. എന്തുകൊണ്ടാണ് 90 ഡിഗ്രിയാണ്? എന്തുകൊണ്ടാണ്? അവർ ലംബമാണ്, പെർപെൻഡിക്കുലർ ആണ്. ഇനി നമുക്ക് അടുത്ത വശം എഴുതാൻ പറ്റും. നോക്കിയേ, ഈ രണ്ട് വശങ്ങൾ എഴുതിക്കൂടെ? ആംഗിൾ DCN ഈക്വൽ ടു BAM, BAMഉം അതുപോലെ DCNഉം നമുക്ക് തുല്യമാണെന്ന് എഴുതാൻ പറ്റും. ആണല്ലോ, കാരണം എന്താ, അതിൻ്റെ ആ ഒരു ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. വശങ്ങൾ എന്താ, ഓപ്പോസിറ്റ് വശങ്ങൾ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതൊക്കെ നമുക്കറിയാം. ആംഗിൾസിൻ്റെ കാര്യം നമുക്കറിയാം. ഈ DN എന്ന് പറഞ്ഞ വശവും ഈ ഒരു വശവും ഇതിൻ്റെ ഡയഗണലിലേക്കാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കണം. അപ്പോൾ അവിടെ ഒരേ മെഷർമെൻറ്റ്സ് വന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ എന്നെ ആൻസർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. 85 ഡിഗ്രി അളവുള്ള ഒരു കോൺ വരച്ച് അതിൻ്റെ സമഭാജി വരയ്ക്കുക. ഇതൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ലിങ്ക് കൊടുക്കുന്നുള്ളത് നിങ്ങൾ ആ ചാപ്റ്ററിൽ കയറി അതൊന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒന്നും വരയ്ക്കുന്നില്ല, നമ്മളൊരു ലൈൻ വരയ്ക്കുക, 85 ഡിഗ്രി എടുക്കുക, പ്രൊട്രാക്ടർ വയ്ക്കുന്നു, 85 ഡിഗ്രി എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പോയിൻ്റ് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതൊരു സ്കെയിൽ ഒരു ലൈൻ വരച്ചു. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 85 ഡിഗ്രി മാർക്ക് ചെയ്തുല്ലോ. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് രണ്ട് പോയിൻറ്റ്സ് സെയിം അളവിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക, ഇവിടുന്ന് ഒരു ആർക്ക് വരയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്കതിൻ്റെ സമഭാജി കിട്ടും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളതൊന്ന് കാണുക. എ ബോക്സ് കണ്ടെയ്ൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ബോക്സ് കണ്ടെയ്ൻ വൈറ്റ് ബോൾസ്, റെഡ് ബോൾസ് ആൻഡ് ബ്ലൂ ബോൾസ്. ദ നമ്പർ ഓഫ് റെഡ് ബോൾസ് ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ ആൻഡ് ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഈസ് 3 times the number of white ball. If the box contains 24 balls in total, find the number of balls of each color. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് അറ്റൻഡ് ചെയ്യില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഒരു പെട്ടിയിൽ വെളുത്ത പന്തുകളും ചുവന്ന പന്തുകളും നീല പന്തുകളും ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? വെളുത്തത് വൈറ്റ് എന്നുള്ളിടത്ത് മലയാളം മീഡിയം വെളുത്താന്ന് എഴുതുക, റെഡ് ഉള്ളിടത്ത് ചുവന്നത്, ബ്ലൂ എന്നുള്ളിടത്ത് നീല കേട്ടോ. വെളുത്ത പന്തുകളുടെ ഇരട്ടിയാണ് ചുവന്ന പന്തുകളുടെ എണ്ണം. അപ്പോൾ വെളുത്ത പന്തുകൾക്ക് നമ്മൾ ആദ്യം എക്സ് കൊടുക്കുക. കാരണം എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് റെഡ് ബോൾ ഈസ് ഡബിൾ ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ. വൈറ്റ് ബോളിൻ്റെ ഡബിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് ബോളിൻ്റെ എന്താണെന്ന് ആദ്യം അറിയണം. അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എക്സ് ആണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എക്സ് കൊടുത്തു. ഇനി റെഡ് ബോൾ എന്ന് പറയുന്നത് വൈറ്റ് ബോളിൻ്റെ ഇരട്ടിയാണല്ലോ. ഇരട്ടി എന്ന് പറഞ്ഞാൽ എന്താ? 2 × x. അപ്പോൾ നമ്മൾ 2x എന്ന് എഴുതി. അടുത്തത് വെളുത്ത പന്തുകളുടെ എണ്ണത്തിൻ്റെ 3 മടങ്ങാണ് നീല പന്തുകളുടെ എണ്ണം. അപ്പോൾ നോക്കിയേ, ദ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് ഈസ് 3 times ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ. അപ്പോൾ എന്താ വരിക? വെളുത്ത ബോൾ എന്ന് പറയുന്നത് എക്സ് ആണ്. 3 times അല്ലെങ്കിൽ 3 തവണ 3 മടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ 3x വരും. ഇനി നമ്മളോട് ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 24 എണ്ണമാണ് ടോട്ടൽ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ് പ്ലസ് 2x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ വെള്ള ബോളുടെ എണ്ണം, ചുവന്ന ബോളുടെ എണ്ണം, നീല ബോളുടെ എണ്ണം, ഇതൊക്കെ കൂട്ടിയാലാണ് 24 കിട്ടുക. ഇനി നിങ്ങളതൊന്ന് ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക. എക്സ് പ്ലസ് 2x എത്രയാണ്? 3x. 3x പ്ലസ് 3x 6x. അപ്പോൾ 6x എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമുക്ക് 24 കിട്ടുക. നമുക്ക് എക്സിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 6x എന്ന് പറഞ്ഞാൽ 6 × x എന്നാണ്. ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 24 ഡിവൈഡഡ് ബൈ x ആയിട്ട് മാറും. അപ്പോൾ x 4 കിട്ടി. വെള്ള ബോൾ 4 മനസ്സിലായി. ഇനി ചുവന്ന ബോൾ, റെഡ് ബോൾ എത്രയായിരിക്കും? 2 × x എന്നല്ലേ? 2x അല്ല പറഞ്ഞിരിക്കുന്നത്. x 4 ആണെങ്കിൽ 2x 2 × 4 8. അങ്ങനെയാണെങ്കിൽ ബ്ലൂ ബോൾ, നീല ബോൾ എത്രയായിരിക്കും? 3x ആണ്. 3 × 4 എത്ര കിട്ടുക? 12 ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ആംഗിൾ എ, ആംഗിൾ ബി ഇവ തുല്യമാണ്. ആംഗിൾ സിയുടെ അളവ് ആംഗിൾ എയുടെ അളവിനേക്കാൾ 12 ഡിഗ്രി കുറവാണ്. ആംഗിൾ എയുടെ അളവ് എക്സ് ആയാൽ ആംഗിൾ സി എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ആംഗിൾ എയും ബിയും തുല്യമാണ് കേട്ടോ. അതവർ പറഞ്ഞിട്ടുണ്ട്. എയുടെ അളവിനേക്കാൾ എയുടെ അളവ് എക്സ് ആണ്. എയുടെ അളവിനേക്കാൾ 12 ഡിഗ്രി കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിയുടെ അളവ് കേട്ടോ. അപ്പം ആംഗിൾ എ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞു എക്സ് ആണ്. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും? ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ 12 ഡിഗ്രി നമുക്ക് കുറയണം. അപ്പോൾ x - 12. മനസ്സിലായില്ലേ? ഇനി ആംഗിൾ എ, ആംഗിൾ സി ഇവയുടെ അളവുകൾ കണക്കാക്കുക. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ എ, ആംഗിൾ സി. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൽ 3 കോണുകളും 3 ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ 180 ആയിരിക്കും എന്നറിയാം. അതറിയാലോ. ഇവിടുത്തെ ഈ ഒരു ആംഗിൾസ് ഇപ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞത്? എ എന്ന് പറയുന്നത് എക്സ്, ബി എന്ന് പറയുന്നതും എക്സ് ആണ്. കാരണം എയും ബിയും തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
സി എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് മൈനസ് 12 ആണ്. ഓക്കെ, അതാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി അത് നമുക്കൊന്ന് ഭംഗിയാക്കണം. എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഈ 3x കൂടി കൂട്ടുക. 3x ആണല്ലോ. 3x മൈനസ് 12 ഈക്വൽ ടു 180. ഇനി ചെയ്യേണ്ടത് 3xനെ അവിടെ നിർത്താം. ഇനി ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. 3xനെ അവിടെ നിർത്തി മൈനസ് 12നെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 180 പ്ലസ് 12 നമുക്ക് എത്ര കിട്ടുക? 192 നമുക്ക് കിട്ടും. 3x എന്ന് പറയുന്നത് 192 ആണ്. നമുക്ക് എക്സിനെ മാത്രം മതി. അപ്പോൾ നമ്മൾ 3x എന്നുള്ളടത്ത് നിന്ന് 3നെ കൊണ്ടുപോകുമ്പോൾ 192 ഡിവൈഡഡ് ബൈ 3 വരും. നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 192 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3ൻ്റെ ടേബിളിൽ 19 പോകുമെന്ന് നോക്കുക. പോവോ? ഇല്ല. പക്ഷേ എത്ര പോവും? 18 പോവും. എത്ര ടൈം? 6 ടൈം. 6 × 3 18 ആണ് വരിക കേട്ടോ. അപ്പോൾ 1 വന്നു. ഇനി ഈ 2 നമ്മൾ ഇറക്കി എഴുതി. 12 3യുടെ ടേബിളിൽ പോവെന്ന് നോക്കുക. പോവില്ലേ? എത്ര വട്ടം പോവുക? 4 വട്ടം പോവും. 3 × 1 3, 3 × 2 6, 3 × 3 9, 3 × 4 12. അപ്പോൾ 4 × 3 12. 0 0 2 2 പോയി 0 1 1 പോയി 0. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ 64 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ചോദിച്ചിരിക്കുന്നത് എ ഡിയും സി ഡിയും മെഷർമെൻ്റ് എല്ലാം കാണാൻ പറഞ്ഞാൽ അപ്പോൾ എക്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എക്സ് എന്ന് പറയുന്നത് ആംഗിൾ എയുടെ അളവാണ്. അപ്പോൾ ഇവിടെയും 64 വരിക. കാരണം എന്താണ്? എയും ബി ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറയുന്നത് എത്ര വരിക? എയിൽ നിന്ന് 12 ഡിഗ്രി കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 64 മൈനസ് 12 ചെയ്യാം. 4 × 2 പോയ 2, 6 × 1 പോയ 5. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 52 ആൻസർ കിട്ടി. അടുത്തത് 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ ഫിഗർ ദ സൈഡ് സി ഡി ഓഫ് എ ക്വാഡ്രിലേറ്റർ എ ബി സി ഡി ഈസ് എക്സ്റ്റെൻഡഡ് ടു ഇ. ഒരു ക്വാഡ്രിലേറ്റർ ഉണ്ട്, അവൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് സി ഡി എന്ന് പറഞ്ഞ ആ ഒരു വശം ഒന്ന് നീട്ടി വരച്ചിട്ടുണ്ട്. എ ബി സി ഡി എന്ന ചതുർഭുജത്തിൻ്റെ സി ഡി എന്ന വശം ഇയിലേക്ക് നീട്ടി വരച്ചിരിക്കുന്നു. ആംഗിൾ ബി എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. ആംഗിൾ സി എന്ന് പറയുന്നത് എത്രയാണ്? 95 ആണ്. കൂടാതെ എ ഡി ഇ എന്ന് പറഞ്ഞൊരു പുറംകോണ് അല്ലെങ്കിൽ ഔട്ടർ ആംഗിൾ തന്നിട്ടുണ്ട് 70 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് എ ഡി സി? നമുക്ക് കാണേണ്ടത് ആദ്യം ഇവിടുത്തെ ആംഗിളാണ്. നമുക്കറിയാം എന്താണ്, ഞാൻ പറയാറുണ്ട്, ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ആണ്. അവിടെ 70 തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 70 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു ലൈനാണല്ലോ, അതിൻ്റെ ഒരു വശം തന്നിട്ടുണ്ട്. ഈ ഭാഗം കണ്ടുപിടിക്കാൻ ടോട്ടൽ 180 ആണോ അറിയാം? അറിയില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞു വെച്ചോ. അപ്പോൾ നമുക്ക് 110 കിട്ടും. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലേറ്റർ? ചതുർഭുജത്തിൻ്റെ അകക്കോണിൻ്റെ ആ ഒരു തുക എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 4 വശമുള്ളതിനാണ് നമ്മൾ ചതുർഭുജം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ടോട്ടൽ ആംഗിൾ അല്ലെങ്കിൽ ആകെ തുക കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 360 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ആംഗിൾ എ. ആംഗിൾ എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആംഗിൾ എ എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗിളാണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ നമുക്ക് കിട്ടിയില്ല. എത്ര കിട്ടി? 110 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടലി 360 ആണെന്ന് നിങ്ങൾക്കറിയാലോ. ആ 360 നിന്ന് 110ഉം 95ഉം 80ഉം അതെല്ലാം കൂട്ടി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 75 ഡിഗ്രി ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ് ഓഫ് റെഗുലർ പോളിഗൺ ഗിവൻ ബിലോ. തന്നിട്ടുള്ളത് കുറച്ച് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജങ്ങളാണ് തന്നിട്ടുള്ളത്. റൈറ്റ് ദ നെയിം ഓഫ് ദ റെഗുലർ പോളിഗൺ ഹാവിംഗ് ഔട്ടർ ആംഗിൾ ആൻഡ് ഇന്നർ ആംഗിൾ ആർ ഈക്വൽ. അപ്പോൾ ഏതിനൊക്കെയാണ് റൈറ്റ് ദ നെയിം ഓഫ് ദ ആംഗിൾ, ഇതിൻ്റെ ഓരോന്നിൻ്റെയും പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ പേരെഴുതിയ പോരാ, അതിൻ്റെ അകക്കോണായാലും പുറംകോണായാലും എന്താണ് എല്ലാം തുല്യമായിട്ടുള്ളത് ആരാണോ അവരുടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പുറംകോണിൻ്റെ അളവും അകക്കോണിൻ്റെ അളവും തുല്യമായ സമബഹുഭുജത്തിൻ്റെ പേരെഴുതുക. അതെന്താണ്? സമചതുരമാണ്, സ്ക്വയറാണ്. അതിൻ്റെയാണ് എല്ലാ ഭാഗങ്ങളും പുറംകോണും എന്താണ് തുല്യമായിട്ട് വരുന്നത്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ റെഗുലർ പോളിഗൺ ഹാവിംഗ് ഔട്ടർ ആംഗിൾ ഈസ് മോർ ദാൻ ദ ഇന്നർ ആംഗിൾ. അപ്പോൾ അറിയില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. പുറംകോണിൻ്റെ അളവ് അകക്കോണിൻ്റെ അളവിനേക്കാൾ കൂടുതലായ സമബഹുഭുജത്തിൻ്റെ പേരെഴുതുക. അത് ഇക്വലേറ്റഡ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ ഓഫ് ദ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ? സമഭുജ ത്രികോണത്തിൻ്റെ ഒരു പുറംകോണിൻ്റെ അളവ് എത്ര? ഒരു പുറംകോണിൻ്റെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. എത്രയായിരിക്കും? 120 ആയിരിക്കും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണതെന്ന് അറിയും? ഇതൊരു ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണെന്ന് വിചാരിക്കാം, ഇക്വലേറ്റഡ് ട്രയാങ്കിൾ. അപ്പോൾ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ടോട്ടൽ 180 വരണം. 3 ഭാഗത്തും 180 വരാൻ പാടുള്ളൂ. 180 അല്ല, ടോട്ടൽ 180. അപ്പോൾ നമ്മൾ 180നെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടുക. ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞുതരാം, ഒന്ന് വലുതാക്കി പറഞ്ഞുതരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഇത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. ഇതാണ് നമ്മുടെ ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ.
അതിൻ്റെ നമുക്ക് എല്ലാ ആംഗിളും ടോട്ടൽ കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പോൾ ഈ 3 ഭാഗങ്ങൾക്കായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ 180നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 60 ഡിഗ്രിയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ 60, ഇവിടെ 60, ഇവിടെ 60 കേട്ടോ. 16, 16, 16. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പുറം കോണായി. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് വരിക? ഞാൻ പറഞ്ഞിട്ടുണ്ട് 180 ഒരു ലൈനിൽ വരുന്ന ആംഗിൾ എന്നുള്ളത്. അകക്കോൺ 60 കിട്ടിയാൽ പുറം കോൺ എത്രയായിരിക്കും? 180 നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? 60 കുറച്ച് നോക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 120. അപ്പോൾ ഇവിടെ 120 വരിക. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് നോക്കിയാൽ അകക്കോണാണോ പുറംകോണാണോ വലുത്? പുറംകോണാണല്ലോ വലുത്. ഇവിടെയും 120 തന്നെയാണ് വരിക, ഇവിടെയും 120 തന്നെയാണ് വരിക. അതുകൊണ്ടാണ് നമ്മൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് അതിലേതെങ്കിലും 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ് 3.25 സെൻറ്റിമീറ്റർ. വശങ്ങളുടെ എല്ലാം നീളം 3.25 സെൻറ്റിമീറ്റർ ആയ സമചതുരം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ, നിങ്ങളത് കാണുക. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എന്ത് ക്വസ്റ്റ്യൻ? ട്രയാങ്കിൾ AB equal to AC 10 cm. M is the midpoint of BC. BM equal to 6 cm. ത്രികോണം ABC-യിൽ AB equal to AC 10 cm ആണ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഈ ഒരു AB എന്ന് പറഞ്ഞ ലൈനും AC എന്ന് പറയുന്നത് 10 cm ആണ്. BC എന്ത് മധ്യബിന്ദുവാണ്? BCയുടെ മധ്യബിന്ദുവാണ് എന്ത്? M എന്ന് പറയുന്നത്. BC എന്ന് പറഞ്ഞ ഈ ഒരു ലൈൻ അതിൻ്റെ മധ്യബിന്ദു എന്ന് പറയുമ്പോൾ മിഡിൽ പോയിന്റ് ആണ് എന്ത്? M എന്ന് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെയുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 6 ആണ്. BC എന്ന് പറഞ്ഞ ലൈനിൻ്റെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ലൈനിനെ, അല്ലെങ്കിൽ ആ M എന്ന് പറയുന്നത് ഇതിൻ്റെ മധ്യഭാഗമാണെന്ന് പറഞ്ഞാൽ ആ ലൈനിനെ തുല്യമായി ഭാഗിക്കുന്നു എന്നാണ് അർത്ഥം. തുല്യമായിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് ടോട്ടൽ 12 സെൻറ്റിമീറ്റർ ആയിരിക്കും നീളം. ഓക്കെ, ഇനി അവിടെ ഇരിക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആംഗിൾ AMB എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. AMB എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ എത്രയാണ്? ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? ആ ഒരു AM എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? M എന്ന് പറയുന്നത് മിഡ് പോയിന്റാണ്. മിഡ് പോയിന്റിലേക്കാണ് Aയിൽ നിന്ന് ലൈൻ വരച്ചിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ആ ഒരു A എന്ന് പറയുന്നത് അതിനെ തുല്യമായി ഡിവൈഡ് ചെയ്യണോണ്ട് അത് 90 ഡിഗ്രി ആണ്. ഓക്കെ, ലംബമാണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഇങ്ങനെ മിഡ് പോയിന്റിലേക്ക് ഒരു ലൈൻ വന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് AM. AMൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 6 സെൻറ്റിമീറ്ററും ഇവിടെ 10 സെൻറ്റിമീറ്ററും ആണെങ്കിൽ ഇത് കണ്ടുപിടിക്കാമല്ലോ. പൈത്തഗോറസ് തിയറം വഴി അല്ലെങ്കിൽ പൈത്തഗോറസ് സിദ്ധാന്തം വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇനി ഞാൻ ഇക്വേഷൻ ഒന്നും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. ഇവിടെ ഈ ഒരു AB എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസ് അഥവാ കർണമാണ്. BM എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പാദം അഥവാ ബേസ് ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഉയരമാണ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കണമെങ്കിൽ, കർണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ 2 വശങ്ങളും നമ്മൾ സ്ക്വയർ ചെയ്ത് കൂട്ടുകയാണ് ചെയ്യുക. അതല്ലാതെ ഈ ഒരു പാദമോ ഉയരമോ ബേസോ ആൾട്ടിറ്റ്യൂഡോ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ ആ ഒരു കർണത്തിൽ നിന്ന് നമ്മൾ മൈനസ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കർണം സ്ക്വയർ അതാണ് 10 സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ അതാണ് 6 സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. എങ്ങനെ സ്ക്വയർ റൂട്ടൊക്കെ വന്നത് അതൊക്കെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇനി ഡൗട്ടുള്ള ആൾക്കാർക്ക് ഇനി അത് മനസ്സിലാകാതെ പോകണ്ട. നമ്മളിവിടെ കർണത്തിന് ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹൈപ്പോട്ടനസ്. അതിനെയാണ് പറയുന്നത് ഈ കർണം എന്ന്. അത് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ബേസ് സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ പറയാം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഇതിൻ്റെ ഇത് കണ്ട കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ആണ് ബേസ് സ്ക്വയർ പ്ലസ് ഉയരം സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് മാത്രം കാണണ്ടോ, അതിൻ്റെ സ്ക്വയർ വേണ്ട. ആ സ്ക്വയർ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് റൂട്ടായിട്ട് മാറുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാണുക. ഇനി ഇതിൽ നമ്മളോടിപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ഉയരം കാണാനല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക ഉയരം സ്ക്വയർ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്?
നമ്മുടെ ഹൈപ്പോട്നസ് സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ പറയുക കർണം സ്ക്വയർ അതിൽ നിന്ന് കുറയ്ക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഉയരം അല്ലെങ്കിൽ പാദം, ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ബേസ് കാണാൻ പറഞ്ഞാൽ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്നസിൽ നിന്ന് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുക. ഹൈപ്പോട്നസ് കാണാൻ മാത്രം നമ്മൾ കൂട്ടും. ഓക്കെ, അതിന്ന് നമ്മൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ബേസ് സ്ക്വയർ അല്ലെങ്കിൽ പാദം സ്ക്വയർ എന്നെഴുതി. അപ്പം ഞാൻ പറഞ്ഞു ഉയരം ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ വേണ്ട, നമുക്ക് ഉയരം മതി അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് മതി. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. അങ്ങനെയാണ് ഇവിടെ റൂട്ട് വന്നിരിക്കുന്നത് കേട്ടോ. റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ഇതൊന്ന് 2 മൈനസ് ചെയ്തേ. അപ്പോൾ എത്ര കിട്ടുക? 64. റൂട്ട് 64. 64ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 8 ആണ്. 64 എന്ന് പറഞ്ഞ നമ്പർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരേപോലത്തെ നമ്പർ ഇൻറ്റു ചെയ്താൽ കിട്ടുമെന്ന് നോക്കുക. 8 ഇൻറ്റു 8 ചെയ്ത് നോക്കിയാൽ 64 കിട്ടും. അങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? BCയുടെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യമേ പറഞ്ഞു, ഇവിടെ 6 ആണെങ്കിൽ ഇവിടെ 6 ആണ്. അപ്പോൾ BC എന്ന് പറയുന്നത് 6 + 6 12 സെൻറ്റിമീറ്റർ ആണ്. എങ്ങനെയാണ് 6 വന്ന്? ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്. ഈ പറഞ്ഞ ലൈനിനെ ഇങ്ങനെ വന്നിട്ട് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇവിടെ 6 ആണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും 6 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. 13 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് 65 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 13 ഏതോ ഒരു നമ്പറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ഏതാ നമ്പർ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ എക്സ് കൊടുത്തു. 13 + x = നമുക്ക് കിട്ടിയിരിക്കുന്നത് 65 ആണ്. അപ്പോൾ ഏതാണ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എക്സിനെ അവിടെ നിർത്തുക. 65 13ന് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 13 അവിടെ വെറുതെ നിൽക്കണം, പ്ലസ് ഇല്ല മൈനസ് ഇല്ല, ഒന്നുമില്ലെങ്കിൽ പ്ലസ് എന്നാണ് അർത്ഥം. ആ പ്ലസ് എന്ന് പറയുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -13 ആവും. 5ന്ന് 3 പോയാൽ 2, 6ന്ന് 1 പോയാൽ 5. എങ്ങനെ ആൻസർ കിട്ടിയെന്ന് മനസ്സിലായല്ലോ? 52. 9 സബ്സ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ ഗീവ്സ് 81. 9 ഏതോ ഒരു നമ്പറിൽ നിന്ന് കുറച്ചു. ശ്രദ്ധിക്കണം, ഒരു സംഖ്യയിൽ നിന്ന് 9 കുറച്ചപ്പോൾ. അപ്പോൾ ആദ്യം ആ സംഖ്യ എഴുതണം, അതിൽ നിന്നാണ് 9 കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 81 കിട്ടി. എക്സ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. x = -9 എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ +9 ആവും. 81 + 9 എന്ന് പറയുന്നത് എത്ര കിട്ടി? 19 കിട്ടി. ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 ടൈംസ് എ നമ്പർ ഈസ് 300. ഒരു സംഖ്യയുടെ 5 മടങ്ങ് 300 ആണ്. മടങ്ങ് ടൈംസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു സംഖ്യ നമുക്കറിയില്ല, എക്സ് എന്ന് കൊടുത്തു, അതിൻ്റെ 5 മടങ്ങ്. അപ്പോൾ x × 5 = 300 ആണ്. നമുക്ക് എക്സിനെ മതിയല്ലോ. x = 300. ഈ ഇൻറ്റു ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ /5. അപ്പോൾ എത്രയാവും നമുക്ക് ആൻസർ കിട്ടുക? അവിടെ നോക്കുക, 16 ആണ് നമുക്ക് ആൻസർ കിട്ടുക, 60. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ഓഫ് എ നമ്പർ ഈസ് 100. ഒരു നമ്പറിൻ്റെ 1/4 100 പറഞ്ഞിരിക്കുന്നത്. ഏതോ ഒരു നമ്പർ അതിൻ്റെ 1/4 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആണ്. അപ്പോൾ ആ നമ്പർ എത്രയാ? അപ്പോൾ ഈ ഒരു 1/4 എന്ന് പറയുന്നത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഹരണമായിട്ട് മാറും. അപ്പോൾ x = എന്താ വരിക? 100. 100/1/4. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 4നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ എത്ര കിട്ടും? 100 × 4/1. അപ്പോൾ 400. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ കുറേ പേർക്ക് അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കാം. മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മടങ്ങ് ടൈംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റു ആണ്. അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ച് വയ്ക്കുക. ഓക്കെ, മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. അപ്പോൾ മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങ് കേട്ടോ. അപ്പോൾ മകൻ്റെ വയസ്സിന് നമ്മൾ എക്സ് കൊടുക്കണം. അപ്പോൾ അത് നമുക്കിവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്, നോക്കാം. 2 വർഷം കഴിഞ്ഞാൽ 2 പേരുടെയും വയസ്സുകളുടെ തുക 40 ആകും. പട്ടിക നോക്കി വിട്ട ഭാഗം പൂർത്തീകരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ വയസ്സ് അത് ആദ്യം കൊടുക്കുക. മകൻ്റെ വയസ്സ് എന്ന് പറയുന്നത് എന്താ? മകൻ്റെ വയസ്സിൻ്റെ 5 മടങ്ങാണ് ജീനയുടെ വയസ്സ്. അപ്പോൾ മകൻ്റെ വയസ്സ് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ജീനയുടെ വയസ്സ് ഇപ്പം എത്രയാണ്? 5 മടങ്ങല്ലേ? അപ്പോൾ 5x. ഇനി 2 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ മകന് ഇപ്പോൾ എക്സ് ആണ്. 2 വർഷം കഴിയുമ്പോൾ എത്രയായിരിക്കും? 2 കൂട്ടുക, x + 2. അതുപോലെ ജീനയ്ക്ക് ഇപ്പോൾ 5x ആണ്. 2 വർഷം കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ, കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 5x + 2. ക്ലിയർ ആയല്ലോ? ഇനി മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണക്കാക്കുക. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കണം.
അത് കഴിഞ്ഞ് ജീനയുടെ ഇപ്പോഴത്തെ വയസ്സോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ ഒരു കുഞ്ഞ് ഹിൻറ്റ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സം ഓഫ് ദെയർ ഏജസ് വിൽ ബി 40 ആഫ്റ്റർ 2 years. 2 വർഷം കഴിഞ്ഞാൽ രണ്ടാളുടെ ഏജ് കൂട്ടുമ്പോഴും 40 കിട്ടുക. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടാളുടെ ഏജ് 2 വർഷം കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ x+2 ആണ്. അതുപോലെ മകൻ്റെ ഏജ് 5x+2 ആണ്. ജീനയുടെ അമ്മയുടെ ഏജ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 40 കിട്ടുമെന്നൊരു സൂചനയാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണക്കാക്കണം. എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതാനായിട്ട് x+2 + 5x+2 എന്ന് പറയുന്നത് 40 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞാലുള്ള രണ്ടാളുടെ വയസ്സ് കൂട്ടിയാൽ 40 കിട്ടും. അതിൽ നിന്ന് ഇപ്പോഴത്തെ വയസ്സായ എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x+2 + 5x+2 = 40. അത് നമുക്കൊന്ന് ഭംഗിയാക്കാം. എക്സും എക്സും കൂട്ടാം. 5xും എക്സും കൂട്ടിയാൽ 6x. ഈ രണ്ടും കൂട്ടിയാൽ 4. അപ്പോൾ 6x + 4 = 40. 40 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താ? എക്സിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ 4നെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മളെങ്ങനെ കൊണ്ടുപോവാം? എന്താ, 4നെ ആദ്യം ഞാൻ കൊണ്ടുപോയി. അപ്പോൾ 6x മാത്രമേ ഉള്ളൂ. 6x = +4 ആയിട്ടാണ് എടുക്കുന്നത്. =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആവും. അപ്പോൾ എന്താ വരിക? 6x = 40 -4 വന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണല്ലോ, 6x അല്ലല്ലോ. അപ്പോൾ നമ്മൾ 6xലെ 6നെ കൊണ്ടുപോവുക. 6x എന്ന് പറഞ്ഞാൽ 6 × x എന്നർത്ഥം. =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഹരണമായിട്ട് മാറും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 36 / 6. നമുക്ക് എത്ര കിട്ടും? 6 ആൻസർ കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? അന്ന് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ 2 വർഷം കഴിഞ്ഞാലത്തെ രണ്ടാളുടെ ഏജ് കൂട്ടി കഴിഞ്ഞാൽ 40 കിട്ടുമെന്നൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് എഴുതി. x+2 + 5x+2 = 40. എക്സിന് രണ്ടെണ്ണത്തിനും കൂട്ടി, രണ്ടിനും കൂട്ടി. എന്നിട്ട് ആദ്യം 4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 40ൻ്റെ അടുത്തേക്ക് ആദ്യം 4നെ കൊണ്ടുപോയി. +4 ആയിട്ട് കിടക്കണ കാരണം =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ -4 ആവും. അപ്പോൾ നമുക്കവിടെ 36 കിട്ടി. ഇനി നമുക്ക് എക്സിനെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 6x എന്നുള്ളിടത്ത് 6നെ നമ്മൾ കൊണ്ടുപോകും. 6x എന്ന് പറഞ്ഞാൽ 6 × x ആണ്. =ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരണമായിട്ട് മാറും. 36/6. എക്സ് നമുക്ക് 6 ആയിട്ട് ആൻസർ കിട്ടും. ഇതാണ് മകൻ്റെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ ജീനയുടെ വയസ്സ് എത്രയാണ്? ജീനയുടെ വയസ്സ് എന്ന് പറയുന്നത്, മകൻ്റെ വയസ്സ് അവിടെ 6 ആണെങ്കിൽ ജീനയുടെ വയസ്സ് എത്രയാണ്? 5x എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 5 × 6 30 വയസ്സാണ് ജീനയ്ക്ക്. ക്ലിയർ ആയില്ലേ? ഇനി ഇൻ ദ ഫിഗർ എ റെഗുലർ ഹെക്സഗൺ, എ സ്ക്വയർ ആൻഡ് എ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ ആർ ജോയിൻഡ് ടുഗദർ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിന്റ്? അപ്പോൾ ഇവിടെ ഒരു ഇക്വലേറ്റഡ് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ 3 ഭാഗങ്ങളും 3 കോണുകളും തുല്യമായിരിക്കും. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ? 4 ഭാഗങ്ങളും 4 കോണുകളും തുല്യമായിരിക്കും. പിന്നെ തന്നിരിക്കുന്നതാണ് എന്ത്? ഹെക്സഗൺ, റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം. 6 ഭാഗങ്ങളുള്ള ഒരു ഫിഗർ, അതിൻ്റെ കോണുകളും തുല്യമായിരിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് അറൗണ്ട് ദ പോയിന്റ്? ബി എന്ന ബിന്ദുവിന് ചുറ്റുമുള്ള കോണുകളുടെ അളവ് എത്ര? ഇതാണ് സെൻറ്റർ പോയിന്റ്. അതിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ, ഒരു പോയിന്റിൻ്റെ ചുറ്റുമുള്ള ആംഗിൾ 360 ആയിരിക്കും. നമ്മൾ സർക്കിളിലും പഠിച്ചിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും 360. അത് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ. 360. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ദ ഇന്നർ ആംഗിൾ ഓഫ് എൻ ഇക്വലേറ്റഡ് ട്രയാങ്കിൾ? ഇക്വലേറ്റഡ് ട്രയാങ്കിളിൻ്റെ ഇന്നർ ആംഗിൾ അല്ലെങ്കിൽ ഒരു കോണിൻ്റെ അളവ് എത്ര? സമഭുജ ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ നോക്കി, ഇതാണ് ത്രികോണം. ഇതെന്താണ്? സമഭുജ ത്രികോണം, ഇക്വലേറ്റഡ് ട്രയാങ്കിളാ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടോട്ടല് 180 ഡിഗ്രി ആകും. എല്ലാ ഭാഗങ്ങളും തുല്യമാകുമ്പോൾ നമ്മൾ ഈ 180നെ 3 കൊണ്ട് ഹരിക്കുക. കാരണം എന്താ? എല്ലാവർക്കും തുല്യം കിട്ടണം. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി 180/3 നമുക്ക് 60 കിട്ടുക കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി. ഇതറിയാവുന്ന കാര്യമാണ്, പിന്നെയും പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ABC എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ABC എന്ന് പറഞ്ഞ ഈ കോൺ എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്? ഒരു പോയിന്റ്, ഒരു കുത്തിന് ചുറ്റുമുള്ള ആൾക്കാർ 360 അറിയാം. അപ്പം അതിൽ നിന്ന് നമുക്കിവിടെ തന്നിട്ടുള്ള ആൾക്കാരെ നമുക്ക് കുറച്ചാൽ മതി. എങ്ങനെയാണ് ഇവിടെ തന്നിട്ടുള്ള ആൾക്കാരെ മനസ്സിലാവുക? ഒന്ന് കാണിച്ചു തരാം. ഇതാ നമ്മളിതൊന്ന് വലുതാക്കി. ഓക്കെ, ഇവിടെ നോക്കിയേ, ട്രയാങ്കിളിൽ നമുക്കറിയാം ഇക്വലേറ്റഡ് ട്രയാങ്കിളാണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ 60 ഡിഗ്രി ആണെന്ന് അറിയാം. കാരണം എന്താ? എല്ലാ ഭാഗങ്ങളും 60 ഡിഗ്രി ആയിരിക്കും. ഇനിയുള്ളത് സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ 4 ഭാഗങ്ങളും 90 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ 90. ഇനിയുള്ളത് ഹെക്സഗണാണ്. ഹെക്സഗണിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? 120 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു. കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു n - 2 × 180. അതാണ് ടോട്ടൽ കോണ് കാണാനുള്ള അളവ്.
അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 × 150 ചെയ്യുമ്പോൾ 720 കിട്ടി. 720 6 കൊണ്ട് ഹരിക്കുമ്പോൾ 160 കിട്ടിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 120 കിട്ടും. ഓക്കെ, ഇനി അത് അറിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. അപ്പോൾ നമുക്ക് ഈ 3 ആംഗിളും കിട്ടിയല്ലോ. ടോട്ടൽ 360 ആണെന്ന് അറിയാം. 360 നിന്ന് നിങ്ങൾ ഇതെല്ലാം കൂട്ടിയിട്ട് കുറയ്ക്കുക. 120 + 90 + 60. ഇതിൻ്റെ മെഷർമെൻറ്റ് നിങ്ങൾ 360 നിന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? ഇതാ അവിടെ എഴുതിയിട്ടുണ്ട് ആൻസർ. 90 ഡിഗ്രിയാണ് ആൻസർ കിട്ടുക, ABC എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യം പറയാം. നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ ഈ ഒരു ആംഗിൾ ഉണ്ടല്ലോ, ഇതാ ഇവിടുത്തെ ഈ ഒരു ഷഡ്ഭുജം, സമഷഡ്ഭുജം, റെഗുലർ ഹെക്സഗൺ, ഇതിൻ്റെ കോണുകളൊക്കെ നിങ്ങൾക്ക് അറിയണില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ തന്നിരിക്കുന്ന ചിത്രം ആദ്യം നോക്കുക. അതിന് എത്ര വശങ്ങളുണ്ടെന്ന് നോക്കുക. ഇവിടെ 6 വശങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ടത് n-2 × 180. ഓക്കെ, അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ ഇവിടെ n 6 വശങ്ങളുണ്ട്. അപ്പോൾ 6 നിന്ന് 2 കുറയ്ക്കുക. നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും. 4 × 180 ചെയ്യുക. 4 × 180 ചെയ്യുമ്പോൾ നമുക്ക് 720 കിട്ടും. അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 720 ആണ്. ഓക്കെ, ഇവിടുത്തെ ടോട്ടൽ 720 ആണ്. ഇവിടുത്തെ എല്ലാ കോണുകളും തുല്യമായിരിക്കും. അതുകൊണ്ടാണ് റെഗുലർ ഹെക്സഗൺ അല്ലെങ്കിൽ സമഷഡ്ഭുജം എന്ന് പറയുന്നത്. അപ്പോൾ 720 നിങ്ങൾ എല്ലാവർക്കും തുല്യമായി കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി 720 ÷ 6 ചെയ്യുക. അപ്പോൾ 120 കിട്ടും. അപ്പോൾ ഓരോ ആൾക്കാർക്കും നോക്കിക്കോ, ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120, ഇവിടെ 120, അങ്ങനെ എല്ലാവർക്കും കിട്ടും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നിരിക്കുന്ന പിക്ചറിൽ നിങ്ങൾക്ക് ഒരു 14 സൈഡ് ഉണ്ട്. ഇതിൻ്റെ ഈ ഫിഗറിൽ ഒരു കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഇക്വേഷൻ കൊടുക്കണം. n-2 × 180. 14 - 2 എന്ന് പറയുന്നത് 12 ആണല്ലോ. 12 × 180 നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 12 × 180 ഒന്ന് വെറുതെ ചെയ്ത് നോക്കാം. 8 × 2 16, 1 8 9, 2 × 1 2, 1 6, 9 11, 216. 216 അല്ല, 2160 കിട്ടും. കാരണം ഈ 0 ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 2160 ടോട്ടൽ ആംഗിൾ. എനിക്കത് 14 വശങ്ങൾക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? 2160 ഹരിക്കണം 14 ചെയ്യണം. അപ്പോൾ അതിൽ ഒരു കോണിൻ്റെ അളവ് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ ആ n-2 എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആംഗിൾ PQR കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PQR എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. കാരണം എന്താ, ടോട്ടൽ 360 ആണെന്ന് അറിയാം. അതിൽ നിന്ന് ഇവിടുത്തെ ആംഗിൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 120 പ്ലസ് ഇവിടുത്തെ ആംഗിൾ അറിയാലോ, അത് സ്ക്വയർ ആണ്. അപ്പോൾ അവിടെ 19. അപ്പോൾ എത്ര കിട്ടുക നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയാണ് അവിടെ 210 കിട്ടുക. അപ്പോൾ 360 നിന്ന് 210 കുറയ്ക്കുക. കുറേ പേർക്ക് ഇപ്പോഴും മൈനസ് ചെയ്യാൻ അറിയില്ല കേട്ടോ, അതാണ് വേറെ കാര്യം. 360 210 കുറയ്ക്കുമ്പോൾ 0, 6 പോകുമ്പോൾ 5, 3 2 പോകുമ്പോൾ 1, 150 നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തത് സമബഹുഭുജങ്ങളുടെ വശങ്ങളുടെ പുറംകോണുകളും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. അനുയോജ്യമായി വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് പൂരിപ്പിക്കാം. നമ്പർ ഓഫ് സൈഡ്, വശങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് ത്രികോണമായിരിക്കും കേട്ടോ, ട്രയാങ്കിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾസ്, അതിൻ്റെ പുറംകോൺ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക്. ഇതൊരു ട്രയാങ്കിൾ ആണെങ്കിൽ അവിടെ 60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ പുറംകോൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറംകോൺ ഇത്, ഈ ലൈനിൻ്റെ പുറംകോൺ ഇത്, ഈ ലൈനിൻ്റെ പുറംകോൺ ഇത്. ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ എത്ര വരും? ടോട്ടൽ 180 ആവും. ഒരു ലൈനുമേ ആകെ കോൺ 180 ആണ്. ആ 180 60 പോയി കഴിഞ്ഞാൽ ഇവിടെ 120. അപ്പോൾ ഇവിടെ 120, അപ്പോൾ ഇവിടെ 120. ഈ 3 ആംഗിൾ നിങ്ങൾ കൂട്ടി വയ്ക്കിയേ. 120 + 120 + 120 കൂട്ടി, അതാണല്ലോ പുറംകോൺ, അതാണ് ഔട്ടർ ആംഗിൾ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 360 ആണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ, അങ്ങനെയാണെങ്കിൽ ഒരു പുറംകോൺ എത്രയായിരിക്കും? ട്രയാങ്കിളിന് 3 ആംഗിളാണ് നമുക്കറിയാം, 3 സൈഡാണെന്ന് അറിയാം. നമ്പർ ഓഫ് സൈഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ചോദ്യത്തിൽ. അപ്പോൾ 360/3 120. അപ്പോൾ പുറംകോൺ കണ്ടുപിടിക്കാൻ ഉള്ള അളവ് എന്താണ്? ആകെ കോൺ തന്നിട്ടുണ്ടെങ്കിൽ അതേ ഡിവൈഡഡ് ബൈ വശം. ഇനി നമ്പർ ഓഫ് സൈഡ്സ് 4, അതിൻ്റെ പുറംകോൺ കൂട്ടുമ്പോഴും 360. അപ്പോൾ എല്ലാത്തിൻ്റെയും പുറംകോൺ കൂട്ടുമ്പോൾ നമുക്ക് 360 ആണ് കിട്ടുക. അപ്പോൾ നമ്മളൊരു കാര്യം കൂടി പഠിച്ചുല്ലോ ഇവിടുന്ന്. ഇനി അതിൻ്റെ ഒരു ഔട്ടർ ആംഗിളിൻ്റെ
ആംഗിൾ എത്രയായിരിക്കും, ഒരു പുറംകോൺ എത്രയായിരിക്കും, 360. ഇവിടെ 4 വശമായതുകൊണ്ട് 360 ഡിവൈഡഡ് ബൈ 4, അപ്പോൾ നമുക്ക് 90 ഡിഗ്രി കിട്ടും. ഇനി അടുത്തത് 5. അപ്പോൾ അതിൻ്റെ ഔട്ടർ ആംഗിൾസ് എത്രയായിരിക്കും, 360 തന്നെയാണ് അതിൻ്റെ വരിക. എല്ലാ പുറംകോണുകളും ഔട്ടർ ആംഗിൾസും 360 വരിക. ഇനി അതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ, ഒരു പുറംകോൺ എത്രയായിരിക്കും, 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക, 72 ഡിഗ്രി കിട്ടും. ഓക്കെ, ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് എത്ര വശം അവിടെ പറഞ്ഞിരിക്കുന്നത്, അവർ 18 വശമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, 18 പറഞ്ഞിരിക്കുന്നത്, അതെ 18 പറഞ്ഞിരിക്കുന്നത്. 18 സം ഓഫ് ഔട്ടർ ആംഗിൾ 360 തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു വശം എന്ന് പറയുന്നത് 360 ഹരിക്കണം 18, 20 ഡിഗ്രി നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, എത്ര സൈഡ് വശമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഔട്ടർ ആംഗിൾ എത്രയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സം ഓഫ് ഔട്ടർ ആംഗിളും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടും കൂടി നമുക്ക് ഹരിച്ചാൽ മതി. ഓക്കെ, നമുക്ക് 360 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടും. 36 വശങ്ങളാണ് അതിനുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് പാറ്റേൺ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു പാറ്റേൺ നോക്കിയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. 1 × 3 3, അതിനെ നമുക്ക് എന്ത് എഴുതാം, 2² - 1 എന്ന് എഴുതാൻ പറ്റും. അടുത്തത് 2 × 4 8 ആണ്, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3² - 1 എന്ന് എഴുതാൻ പറ്റും. അടുത്ത 3 × 5 = 15, അതിനെ നമുക്ക് 4² - 1 എന്ന് എഴുതാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അടുത്ത വരി എന്താ, ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞായിരിക്കും. ഞാൻ ഇതിന് മുമ്പത്തെയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരിക, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വരി എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വരി എന്തായിരിക്കും, ഇവിടെ 3-ൽ അവസാനിച്ചു, അടുത്തത് 4-ൽ തുടങ്ങും. ഇവിടെ 5-ൽ അവസാനിച്ചു, അപ്പോൾ 6-ൽ തുടങ്ങും. ഈക്വൽ ടു 4 × 6 24 ആണല്ലോ. അതെ, ഇനി നോക്കി നിങ്ങൾ ഈ ഓർഡർ നോക്കിയേ, 2 3 4. അപ്പോൾ അടുത്ത എന്താ വരിക, 5² - 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 5² എന്ന് വെച്ചാൽ 5 × 5 25. 25 1 പോയേ 24 തന്നെയാണ്. ഇനി 8 × 10 80 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, അങ്ങനെ 8 × 10 80 എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഈ ഒരു 3, ഇവിടുത്തെ നമ്പർ 4, മനസ്സിലായോ. അപ്പോൾ ഇവിടെ 8, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും, ആ വരുന്ന സ്ഥാനത്ത് എന്ത് വരും, 9 വരും. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കിടക്കുന്ന നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 8 × 10 ആണല്ലോ, ഈക്വൽ ടു 80 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4² എന്ന് എഴുതിയുള്ളത്, ഇവിടുത്തെ 3 വന്നു, അപ്പോൾ ഇവിടെ 4² വന്നു. ഇവിടെ 8 വന്നാൽ ഇവിടെ എന്ത് വരും, 9² - 1. ക്ലിയർ ആയില്ലേ. ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ച് എഴുതുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്, അവരെന്താ 11² - 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ 3-ൻ്റെ അടുത്ത നമ്പർ എഴുതി ഞാൻ. അപ്പോൾ 4 തന്നിട്ടുണ്ടെങ്കിൽ 4-ന്ന് 1 കുറച്ച് എഴുതണം. അപ്പോൾ ഇവിടെ 11 തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 10 × എത്രയായിരിക്കും, 3 4 5 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, 10 11 ഇവിടെ 12 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, ക്ലിയർ ആവും കേട്ടോ. 3 ഒരു നമ്പർ, അതിൻ്റെ അടുത്ത നമ്പറാണ് ഇവിടെ സ്ക്വയറായി എടുത്തേക്കുന്നത്, അതിൻ്റെ അടുത്ത നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. കാണിച്ചു തരാം. നമുക്ക് തന്നിരിക്കുന്നത് 11² - 1 എന്നാ. അപ്പോൾ ഇവിടെ 120 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 11 വന്നാൽ ഇവിടെ നമുക്ക് 10 വരും. ഓക്കെ, ഈ 4-ൻ്റെ ഈ ഒരു പെയർ 3 വന്നിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞാൽ 4-ൻ്റെ അടുത്ത നമ്പറായ 5 ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 11-ൻ്റെ അടുത്ത നമ്പറായ 12 ഇവിടെ എഴുതുക. ക്ലിയർ ആയോ. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. ഇതിന് കുറച്ച് ഇക്വേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ത് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും മാച്ച് വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അതിന് താഴെ ആ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ല, ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. ആ ഇക്വേഷനാണ് താഴെ വരുന്നത് കേട്ടോ. ചിലവർക്ക് ഇക്വേഷനൊക്കെ നോക്കി ചിലവർക്ക് എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയയിൽ വെച്ച് എഴുതാം. ചിലപ്പോൾ ഇക്വേഷൻ നോക്കി എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റാറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് കേട്ടോ. ഇവിടെ നോക്കിയേ, x × x + 2 = x² + 2x = -² - 1 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷനാണ്. ഓക്കെ, എക്സ് അതിൻ്റെ ഞാൻ പറഞ്ഞു 3 വന്നാൽ അതിൻ്റെ അടുത്ത നമ്പറാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ x വന്നാൽ ഇവിടെ എന്ത് വരും, x + 1. അപ്പോൾ ഇവിടെ എന്ത് വരും, ആ ഒരു 4-ൻ്റെ ഒപ്പം 1 കൂട്ടണതല്ല 5. അപ്പോൾ ഇവിടെ നോക്കിയേ x + 2.
കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഇക്വേഷനായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? 3, 4, 5 തൊട്ടടുത്തടുത്ത നമ്പേഴ്സ് അവിടെ ഇവിടേക്ക് ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മളൊരു 3-4 വർഷമായിട്ട് എല്ലാ ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അപ്ലോഡ് ചെയ്യാറുണ്ട്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രീവിയസ് ഇയറിന് വരിക. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക്